ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് യാത്രയിലാണ് കേട്ടോ. ഏകദേശം ഒരു 8-10 ദിവസത്തെ യാത്രയാണിത്. ഇപ്പോൾ ഈ യാത്രയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ രണ്ടുപേരും മാറി മാറിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. മജോറിറ്റി ടൈമും ശങ്കരൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിയെല്ലാം നിർത്തി ഫുഡെല്ലാം കഴിച്ചു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയാണ് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ മധുരയിൽ ഒരു ഹെറിറ്റേജ് റെസിഡൻസിയിൽ 2 റൂമും ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ, തമിഴ്നാടിൻ്റെ ഗ്രാമീണത ആസ്വദിച്ചുകൊണ്ടുള്ള നല്ലൊരു യാത്ര. പിന്നെ ഇടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഇതേപോലെ ഗോലി സോഡ കണ്ടു കേട്ടോ. അത് നല്ല ഫ്ലേവറിലായിട്ട് ഓറഞ്ചിൻ്റെയും പൈനാപ്പിളിൻ്റെ എല്ലാം ഫ്ലേവറിലായിട്ടുള്ളത് കുടിച്ചു. അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് ഗോലി സോഡ. ഞങ്ങൾ കുട്ടിയായിരിക്കുമ്പോഴേക്കും സോഡ കുപ്പിയിൽ ഇതുപോലെ ഇങ്ങനെ ഗോലി ഇട്ടിട്ടുള്ള ഇത് ഞങ്ങളന്ന് കുടിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഒരു ഓർമ്മയായിരുന്നു അത്. ശരിക്കും ഇത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ആസ്വദിച്ചു കൊണ്ടിട്ട് നമ്മളങ്ങനെ കാറിൽ പോകുമ്പോഴേക്കും അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു രസം തന്നെയാണത്. പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് യാത്ര ചെയ്യുമ്പോഴേക്കും. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് ലോങ് ഡ്രൈവിങ് അവർക്ക് പഠിക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ ആ കാർ യാത്ര സെലക്ട് ചെയ്തത്. സാധാരണ ഞങ്ങൾ എപ്പോഴും ട്രെയിൻ യാത്രയാണ് അധികവും പോകാറുള്ളത്. മധുര ഇന്ത്യയിൽ നമ്പർ 1 വേസ്റ്റ് ഡേർട്ടി സിറ്റി ആയിട്ട് സെലക്ട് ചെയ്ത സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പേടിച്ചിട്ടാണ് ഫുഡ് ഞങ്ങൾ കഴിച്ച ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. വേറെ വെളിയിൽ നിന്ന് മധുരയിൽ എത്തിയിട്ട് അങ്ങനെ അധികം ഒന്നും കഴിച്ചിട്ടില്ല, വയറിന് അസുഖം പിടിക്കുക എന്നുള്ള ഒരു പേടി കാരണം. പിന്നെ നമ്മളിങ്ങനെ വൈഗൈ നദീനെ ചുറ്റിയാണ് ഇങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ ഈ സിറ്റിയെല്ലാം കറങ്ങുന്നത് കേട്ടോ. ഇതാണ് വൈഗൈ നദി. പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഫുഡെല്ലാം കഴിച്ചു. രാവിലെയാണ് ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ടാണ് അമ്പലത്തിൽ പോയത് ഓട്ടോയിലാണ് കേട്ടോ. വണ്ടി എടുത്തില്ല, കാരണം കാർ പാർക്കിംഗ് കിട്ടില്ല എന്നുള്ള ഒരു പേടി കൊണ്ടിട്ട് ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾക്ക് മധുര മീനാക്ഷി അമ്മനെ തൊഴാൻ പറ്റി. പിന്നെ റൂമിൽ തിരിച്ചു വന്നിട്ട് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലം ഏതാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.